ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 630, സൂറത്തുൽ ഇസ്രാ ആയത്തുകൾ 45 മുതൽ 57 വരെ, പേജ് നമ്പർ 993. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا وجعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإذا ذكرت ربك في القرآن وحده ولوا على أدبارهم نفورا نحن أعلم بما يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا وقالوا أإذا كنا عظاما ورفاتا أئنا لمبعوثون خلقا جديدا قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم أول مرة فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا يوم يدعوكم فتستجيبون بحمده وتظنون إن لبثتم إلا قليلا وقل لعبادي يقولوا التي هي أحسن إن الشيطان ينزغ بينهم إن الشيطان كان للإنسان عدوا مبينا ربكم أعلم بكم إن يشأ يرحمكم أو إن يشأ يعذبكم وما أرسلناك عليهم وكيلا وربك أعلم بمن في السماوات والأرض ولقد فضلنا بعض النبيين على بعض وآتينا داود زبورا قل ادعوا الذين زعمتم من دونه فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 631, സൂറത്തുൽ ഇസ്രാ ആയത്ത് 45, പേജ് നമ്പർ 993. وإذا قرأت القرآن നീ ഖുർആൻ പാരായണം ചെയ്താൽ ജഅൽനാ ബൈനക വബൈന الذين لا يؤمنون بالآخرة നിന്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ നാം ഉണ്ടാക്കുന്നതാകുന്നു ഹിജാബം മസ്തൂറ, കാണപ്പെടാത്ത ഒരു മറ. പരലോക വിശ്വാസമാകുന്നു എല്ലാ നന്മയുടെയും അടിസ്ഥാനം. ആ വിശ്വാസം ശരിയായ നിലയിൽ ഉൾക്കൊള്ളാത്തവർ ഖുർആനിൻ്റെ വെളിച്ചം കാണുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കുമ്പോൾ അവർ ഖുർആനിൻ്റെ സാഹിത്യ ഭംഗിയിൽ ലയിച്ച് അന്തം വിട്ട് കേട്ടിരിക്കുമായിരുന്നു. പക്ഷേ അവരുടെയും ഓതിക്കേൾപ്പിക്കുന്ന ആളുടെയും ഇടയിൽ കണ്ണിൽ കാണാത്ത ഒരു മറ ഉണ്ടായിരിക്കും. ആഖിറത്തിൽ വിശ്വസിച്ചാൽ ആ മറ ഒഴിവാകുകയും ഖുർആൻ അവരിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഖുർആനിൻ്റെ സാഹിത്യ ഭംഗിയിൽ ലയിച്ചു പോയതിൻ്റെ ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൻ നജ്ം ഓതിക്കേൾപ്പിച്ചപ്പോഴുണ്ടായത്. ധാരാളം മുശ്രിക്കുകളും കുറച്ച് മുഅ്മിനുകളും ഉൾക്കൊള്ളുന്ന ഒരു സദസ്സ് കഅബയുടെ മുറ്റത്തുകൂടി വൻ നജ്മി മുതൽ ഓതിക്കേൾപ്പിച്ചു. എല്ലാവരും ഇരുന്ന് കേട്ട് ആസ്വദിച്ചു. ആ സൂറത്ത് അവസാനിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ്. എല്ലാവരും ഇത് കേട്ട് സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്യുക എന്ന കൽപ്പന ശരിക്ക് നടപ്പിൽ വന്നു. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഖുർആനിൻ്റെ മാർഗദർശനം അവർ സ്വീകരിച്ചില്ല. ആയത്ത് 46 വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു. ഖുർആൻ ഗ്രഹിക്കുന്നതിന് അവരുടെ ഹൃദയങ്ങളിൽ നാം അടപ്പുകൾ ഇടുകയും ചെയ്തു. വഫീ ആദാനിഹിം വഖ്റാ. അവരുടെ കാതുകളിൽ ഭാരം വെക്കുകയും ചെയ്തു. കാതുകളുടെ പുറം കൊണ്ട് കേൾക്കുന്നു എന്നല്ലാതെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയില്ല. ഹൃദയങ്ങൾക്ക് അടപ്പ് വെക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സിലേക്ക് ഖുർആനിൻ്റെ ആശയം ഏൽക്കാതെയായി. അവരുടെ ധിക്കാര നിമിത്തം അവർക്കത് വേണ്ടെന്ന് വെച്ചതാണ്. അങ്ങനെയല്ല, അവർക്കത് വേണ്ടെന്ന് അവർ തീരുമാനിച്ചു. എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അള്ളാഹുവും തീരുമാനിച്ചു. ഖുർആനിൽ നിന്റെ റബ്ബിനെ പറ്റി മാത്രം നീ പറഞ്ഞാൽ അവരുടെ പിൻഭാഗങ്ങളിലേക്ക് അവർ വിരണ്ടോടുന്നതാകുന്നു. റബ്ബിനോട് കൂടെ അവരുടെ മറ്റ് ഇലാഹുകളെയും കൂട്ടിപ്പറഞ്ഞാലേ അവർക്ക് തൃപ്തിയാവുകയുള്ളൂ. നമ്മുടെ സമുദായത്തിലെ ഒരു കൂട്ടർക്ക് അള്ളാഹുവിനെ തീരെ പറയാതെ അവരുടെ നേർച്ചക്കാരെ മാത്രം പറഞ്ഞാൽ വലിയ തൃപ്തിയായി. ആയത്ത് 47 നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക്. നിന്റെ നേരെ അവർ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ഏത് നിലയിലാണ് അവർ കേൾക്കുന്നതെന്ന് നാം നന്നായി അറിയുന്നവരാകുന്നു. ഖുർആൻ അവരെ കേൾപ്പിക്കുമ്പോൾ അവർ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിലും സത്യം മനസ്സിലാക്കണമെന്ന വിചാരത്തോടു കൂടിയല്ല കേൾക്കുന്നത്. ഖുർആനെ എതിർക്കാൻ വല്ല പഴുതുമുണ്ടോ, നിന്നെ വിമർശിക്കാൻ വല്ലതുമുണ്ടോ എന്ന് നോക്കുകയും പരിഹസിക്കുകയും ചെയ്യാനായിട്ടാണ് കേൾക്കുന്നത്. അത് ശരിക്ക് അറിയുന്നവനാണ് അല്ലാഹു. വഇദ്ഹും നജ്വ. അവർ സ്വകാര്യം പറയുന്നവരായ സന്ദർഭത്തിലും ഇത് യഖൂലു ളാലിമൂന. അധർമ്മകാരികൾ പറയുന്ന സന്ദർഭം ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ. ആഭിചാരം ചെയ്യപ്പെട്ട ഒരു പുരുഷനെ തന്നെയാണ് നിങ്ങൾ പിൻപറ്റുന്നതെന്ന്. പേജ് നമ്പർ 995. പ്രവാചകൻ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കുകയും ജീവിത രീതി ക്രമപ്പെടുത്തുകയും ചെയ്യുന്നത് വെറും വിഡ്ഢിത്തമാണ്. മാരണം ചെയ്യപ്പെട്ട ഒരുത്തനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവർ ആരോപിച്ചു. അതിനുവേണ്ടി അവർ രഹസ്യമായി ആലോചന നടത്തിയ സന്ദർഭത്തിൽ അള്ളാഹു അത് ശരിക്ക് അറിഞ്ഞിട്ടുണ്ട്. മാരണം ഏറ്റ് ബുദ്ധി ഭ്രമിച്ച് വിവേകം നശിച്ച ഒരുത്തനെയാണ് നാം പിൻപറ്റുന്നത്. അത് നമുക്ക് യോജിച്ചതാണോ? നമ്മുടെ ബുദ്ധിക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ ഗൂഢാലോചനയിൽ അവർ തീരുമാനമെടുത്തു. ഇതൊക്കെ ശരിക്ക് അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഉണർത്തേണ്ടി വന്നിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസ് അകപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ താല്പര്യമുള്ള ചില ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിനെതിരായ ഹദീസ് കളവായിരിക്കാനേ നിവൃത്തിയുള്ളൂ. ഈ തത്വത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഒരു യഹൂദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ചെയ്തു എന്ന ഒരു ഹദീസ് ബുഖാരിയിലുണ്ട്. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ഏൽക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് കളവാണെന്ന് പറയാൻ സൗകര്യപ്പെട്ടല്ലോ. അങ്ങനെ സ്വഹീഹുൽ ബുഖാരിക്ക് മുസ്ലിം സമുദായത്തിലുള്ള അംഗീകാരം തെറ്റാണെന്ന് വന്നല്ലോ. ഇതാണ് ഈ ദുർബുദ്ധികളുടെ ഉന്നം. യഥാർത്ഥത്തിൽ ഇവിടത്തെ വിഷയം സിഹർ ബാധിച്ച ഒരു മനുഷ്യൻ ബുദ്ധിശൂന്യമായി എന്തൊക്കെയോ പറയുന്നത് അന്ധമായി സ്വീകരിച്ചവരാണ് നബിയുടെ അനുയായികൾ എന്ന് അക്രമികൾ ജൽപ്പിച്ചു. അങ്ങനെയാണ് ഒന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് പച്ചപ്പരമാർത്ഥമാണ്. എന്നാൽ ഒരു മഹാദുഷ്ടൻ സിഹർ ചെയ്തു, അള്ളാഹു അത് നിഷ്ഫലമാക്കി എന്നാണ് ഹദീസിലുള്ളത്. ഇത് തമ്മിൽ എന്താണ് പൊരുത്തക്കേട്? യാതൊന്നുമില്ല. സിഹർ ബാധിച്ചിട്ട് ബുദ്ധിശൂന്യമായി പറയുന്നത് ആളുകൾ പിൻപറ്റി എന്ന് വന്നാൽ മാത്രമേ ദോഷമുള്ളൂ. അങ്ങനെ ഹദീസിലില്ല. ഒരു ദുഷ്ടനായ യഹൂദി സിഹർ ചെയ്തു എന്നും അള്ളാഹു അത് നിഷ്ഫലമാക്കുകയും ചെയ്തു എന്നുമാണ് ഹദീസിലുള്ളത്. അത് ഖുർആനിലെ ഈ വചനത്തിനെതിരാകുന്നില്ല. ആ ഒരൊറ്റ പദമെടുത്തിട്ട് ഈ ഹദീസ് ഖുർആനിനെതിരാണെന്ന് വാദിക്കുന്നത് ശരിയല്ല. അങ്ങനെ വാദിക്കാമെന്ന് വരുന്ന പക്ഷം
പുരുഷൻ എന്ന പദത്തെയും കണക്കിലെടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷനാണെന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ അത് ഖുർആനിനെതിരാകുമോ? സ്വഹീഹുൽ ബുഖാരിയിൽ കള്ള ഹദീസുണ്ടെന്ന് ജൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേറെ വഴി നോക്കേണ്ടി വരും. ഇവിടെ ഈ ആയത്തും ഹദീസും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 632, സൂറത്തുൽ ഇസ്റാ ആയത്ത് 48, പേജ് നമ്പർ 995. ഉൻദുർ കൈഫ ദറബൂ ലക്കൽ അംസാല ഫഅദ്ദല്ലു. നോക്കുക, അവർ നിനക്ക് ഉപമകൾ പറഞ്ഞുണ്ടാക്കിയത് എങ്ങനെയാണ്. അങ്ങനെ അവർ വഴിപിഴച്ചു. ഫലാ യസ്തതിഊന സബീല. അതിനാൽ അവർക്ക് യാതൊരു മാർഗവും സൗകര്യപ്പെടുകയില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പല മോശമായ ഉപമകളും പറഞ്ഞു നോക്കി. കവി, ഭ്രാന്തൻ, ഗണിതക്കാരൻ, സിഹർ ബാധിച്ചവൻ എന്നൊക്കെ പറഞ്ഞു. ചെറുപ്പം മുതൽ അവർ നന്നായി അടുത്തറിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ശോഭ ഇല്ലാതാക്കാൻ അവർക്കായില്ല. സത്യത്തിൻ്റെ വഴിയിൽ നിന്ന് വളരെ ദൂരം അവരകന്നുപോയി. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതൊന്നും തെളിയിക്കാൻ അവർക്ക് സാധ്യമാകയില്ല. സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങിപ്പോകാനും അവർക്ക് സാധ്യമാകയില്ല. ആയത്ത് 49. വഖാലു അഇദാ കുന്നാ ഉദാമൻ വറുഫാത. അവർ പറഞ്ഞു, നമ്മൾ എല്ലുകളും നുരുമ്പുകളും ആയിത്തീരുമ്പോഴാണോ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദ, നമ്മളൊക്കെ പുതിയ സൃഷ്ടികളായി പുനർജീവിപ്പിക്കപ്പെടുന്നവരാകുന്നത്. മരണശേഷം എല്ലുകളും നുറുങ്ങുകളുമായി മാറി മണ്ണിൽ ദ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു പുനർജീവിതം എങ്ങനെ ഉണ്ടാകും? വെറുതെ പറയുകയാണ് എന്ന് നിഷേധികൾ പറഞ്ഞു. പേജ് നമ്പർ 996, ആയത്ത് 50. ഖുൽ കൂനൂ ഹിജാറതൻ ഔ ഹദീദ. പറയുക, നിങ്ങൾ കല്ലോ ഇരുമ്പോ ആയിക്കൊള്ളുക. എന്തു തന്നെ ആയിത്തീർന്നാലും രണ്ടാമത് സൃഷ്ടിക്കൽ അള്ളാഹുവിന് നിഷ്പ്രയാസമാണെന്ന് വ്യക്തമാക്കുകയാണ്. ജീവികളും മരങ്ങളും നശിച്ച് അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം കല്ലുകളും ഇരുമ്പ് പോലുള്ള ലോഹങ്ങളുമായി ചേർന്ന് അവയുടെ ഭാഗമായി മാറുന്നു. ഇവയാണ് ഫോസിലുകളെ പറ്റിയുള്ള പഠനമാണ് പാലിയന്റോളജി. ആയത്തി 81. ഔ ഖൽഖൻ മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലുതായി തോന്നുന്ന ഏതെങ്കിലും സൃഷ്ടിയായിക്കൊള്ളുക. ഫസയഖൂലൂന മൻ യുഈദുന. അപ്പോൾ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നത് ആര് എന്ന് അവർ ചോദിക്കും. രണ്ടാമതും ജീവിപ്പിക്കുന്നത് ആര് എന്നതാണ് അവരുടെ ചോദ്യം. ഖുലില്ലദീന ഫതറകും അവ്വല മർറ. പറയുക, ആദ്യത്തെ തവണ നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരോ അവൻ. ആദ്യം സൃഷ്ടിച്ചവന് രണ്ടാമതും സൃഷ്ടിക്കുവാൻ പ്രയാസമൊട്ടുമില്ല. ഫസയുൻഗിദൂന ഇലൈക റൂസുഹും. അപ്പോൾ അവർ നിന്റെ നേരെ തലയാട്ടും. വയഖൂലൂന മതാഹു. എപ്പോഴാണതെന്ന് അവർ ചോദിക്കും. ഖുൽ അസാ അൻ യകൂന ഖരീബ. നീ പറയുക, അത് അടുത്തു തന്നെ ആയേക്കും. ആദ്യം ആര് പടച്ചുണ്ടാക്കിയോ അവൻ തന്നെ രണ്ടാമതും ജീവിപ്പിക്കുമെന്ന ഖുർആനിൻ്റെ ന്യായവാദത്തിന് അവർക്ക് മറുപടിയില്ല. വളരെ ലളിതമായ, ആർക്കും മനസ്സിലാകുന്ന മറുപടിയാണിത്. ആദ്യ സൃഷ്ടിപ്പവർ അംഗീകരിക്കുന്നുണ്ട് താനും. അങ്ങനെ വായടഞ്ഞു പോയ അവർ പിന്നെ തലയാട്ടി പരിഹസിച്ചോ ചോദിക്കുന്നതാണ് എന്നാണ് ആ പുനരുത്ഥാനം സംഭവിക്കുക എന്ന്. വൈകാതെയുണ്ടാകുമെന്ന് ഖുർആൻ മറുപടിയും കൊടുക്കുന്നു. ആയത്ത് 52. യൗമ യദ്ഉകും. അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം. ഫതസ്തജീബൂന ബിഹംദിഹി. അപ്പോൾ അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം ചെയ്യും. വതദുന്നൂന ഇൻ ലബിസ്തും ഇല്ലാ ഖലീല. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ താമസിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കുകയും ചെയ്യും. ഈ ഹലോകത്ത് കഴിച്ചുകൂട്ടിയ കാലം വളരെ ചുരുങ്ങിയതാണെന്ന് അവർക്ക് തോന്നും. ആയത്ത് 53. വഖുൽ ലിഇബാദി യഖൂലു ലദീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ലതായ വാക്ക് പറയുവാൻ എൻ്റെ അടിമകളോട് നീ പറയുകയും ചെയ്യുക. പേജ് നമ്പർ 997. ഇന്ന ശൈത്വാന യൻസഗു ബൈനഹും. നിശ്ചയമായും പിശാച് അവരുടെ ഇടയിൽ കുഴപ്പം ഇളക്കി വിടുന്നു. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. നിശ്ചയമായും പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവായി തീർന്നിരിക്കുന്നു. മനുഷ്യർ പരസ്പരം നല്ല വാക്കുകളാണ് പറയേണ്ടത്. പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി ചീത്ത വാക്കുകൾ പറയുന്നത് മനുഷ്യർക്കിടയിൽ പലവിധ കുഴപ്പങ്ങൾക്കും കാരണമായിത്തീരുന്നു. മനുഷ്യൻ്റെ തെളിഞ്ഞ ശത്രുവായ പിശാച് കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് മനുഷ്യരുടെ സംസാരത്തിൽ ദുഷ്ടപ്രേരണകൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മനുഷ്യർ തമ്മിൽ തെറ്റുന്നതും കുഴപ്പമുണ്ടാക്കുന്നതും കൊല വരെ നടക്കുന്നതും തുടക്കം വാക്കിൽ നിന്നായിരിക്കും മിക്കവാറും. ആയത്ത് 54. റബ്ബുക്കും അഅലമു ബിക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവരാകുന്നു. ഇയശ യർഹംകും. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് കരുണ ചെയ്യും.
ഔ ഇൻ യശ യുഅദ്ദിബുക്കും, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യും. വമാ അർസൽനാക അലൈഹിം വക്കീല, അവരുടെ മേൽനോട്ടക്കാരനായി നിന്നെ നാം അയച്ചിട്ടില്ല. ആയത്ത് 55. വറബ്ബുക അഅലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദി, നിന്റെ റബ്ബ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ പറ്റി ഏറ്റവും അറിയുന്നവരാകുന്നു. വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്, തീർച്ചയായും നബിമാരിൽ ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത നാം നൽകിയിട്ടുണ്ട്. വആതൈനാ ദാവൂദ സബൂറ, ദാവൂദിന് നാം സബൂർ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആരാണ് നിങ്ങളിൽ ശ്രേഷ്ഠരെന്ന് അള്ളാഹുവിനറിയാം. പ്രവാചകന്മാരിലും ചിലരേക്കാൾ ശ്രേഷ്ഠരാണ്. അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിന് നൽകിയ ഗ്രന്ഥമാണ് സബൂർ. 7 ഗ്രന്ഥം എന്നാണ് ആ വാക്കിനർത്ഥം. സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകത്തിൽ യഥാർത്ഥ സബൂറിലെ എന്തെങ്കിലും ചിലതൊക്കെ ഉണ്ടായിരിക്കാം. ആയത്ത് 56. പറയുക, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്ന, അതായത് യാതൊരു രേഖയും കൂടാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നേർച്ചക്കാരുണ്ടല്ലോ, അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഫലയം ലിഖൂന കശ്ഫദ്ദുർരി അൻകും, നിങ്ങളിൽ നിന്ന് ഉപദ്രവം ഒഴിവാക്കുവാൻ അവർക്ക് യാതൊരു കഴിവുമില്ല. വലാ തഹ്വീല, അതിൽ മാറ്റം വരുത്തുവാനും അവർക്ക് കഴിവില്ല. പേജ് 998. എന്തെങ്കിലും മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല. അവരോട് പ്രാർത്ഥിച്ചാൽ കാര്യം ശരിയാകുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതിന് നിങ്ങൾക്ക് യാതൊരു പ്രമാണവുമില്ല. നിങ്ങൾ വെറുതെ പറയുകയാണ്. അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അതങ്ങനെ തന്നെ നടപ്പിൽ വരും. അത് തടയാനോ അതിൽ വല്ല മാറ്റം വരുത്താനോ നിങ്ങളുടെ നേർച്ചക്കാർക്ക് കഴിയുകയില്ല. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 633, സൂറത്തുൽ ഇസ്രാ ആയത്ത് 57, പേജ് നമ്പർ 998. ഉലൈകല്ലദീന യദ്ഊന, അവർ പ്രാർത്ഥിക്കുന്നത് ആരോടാണോ അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത, അവർ അവരുടെ റബ്ബിങ്കിലേക്ക് അടുപ്പം തേടുന്നു. അയ്യുഹും അഖറബു, അവരിൽ നിന്ന് അള്ളാഹുവിങ്കിലേക്ക് ഏറ്റവും അടുത്തവരാരോ അവർ. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹുവിങ്കിലേക്ക് അടുപ്പത്തിൻ്റെ മാർഗം തേടുന്നു. വയർജൂന റഹ്മതഹു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവർ ആശിക്കുകയും ചെയ്യുന്നു. വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിശ്ചയമായും നിന്റെ റബ്ബിൻ്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് തന്നെയാകുന്നു. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നവരോട് പറയുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അഥവാ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണെന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുണ്ടോ അവരോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അവർക്ക് ഒന്നിനും കഴിയുകയില്ല. ദുരിതം ഒഴിവാക്കുവാനോ അതിൽ വല്ല മാറ്റം വരുത്തുവാനോ അവർക്ക് സാധ്യമല്ല. ഇപ്രകാരം പ്രാർത്ഥിക്കപ്പെടുന്ന ആ നേർച്ചക്കാർ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാരോ അവർ പോലും അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ മാർഗം തേടുന്നവരും അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരും ശിക്ഷ ഭയപ്പെടുന്നവരുമാണ്. അതായത് അവരുടെ സ്വന്തം കാര്യത്തിൽ അവർക്ക് സമാധാനമില്ല, ബേജാറിലാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. കൂടുതൽ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ അവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തൊരു കഥകേടാണ്, എന്തൊരു ബുദ്ധിമോശമാണ്. അള്ളാഹു കഠിനമായി വിരോധിച്ചതും ഒരിക്കലും പൊറുക്കപ്പെടാത്തതുമായ ആ ശിർക്കാണത്. ഇവിടെ ചിലർ അതിഭയങ്കരമായൊരു കൃത്രിമം ചെയ്തിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് മഹാപാപമാണെന്നും വളരെ മോശമായ ബുദ്ധികേടാണെന്നും വ്യക്തമാക്കി ഈ ആയത്തിൻ്റെ അർത്ഥം അട്ടിമറിച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന കാലങ്ങളിൽ വേദവാക്യങ്ങൾ മാറ്റിമറിക്കലായിരുന്നു പതിവ്. അള്ളാഹു ഖുർആനിൽ അത് സാധ്യമല്ലാതാക്കി. അൽഹംദുലില്ലാ. അപ്പോൾ പിശാച് തൻ്റെ മിത്രങ്ങൾക്ക് ഖുർആനിൻ്റെ അർത്ഥം മാറ്റിമറിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അവർ ആ വഴിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ആശയം മാറ്റിമറിക്കപ്പെട്ട ഒരു ആയത്താണിത്. വസീലത്ത് എന്ന വാക്കിന് കൂട്ടർ ഇടയാളൻ എന്ന് അർത്ഥം വെച്ചു. തൊട്ടടുത്തുള്ള അയ്യുഹും അഖറബു എന്നതിനെ വസീലത്തിൻ്റെ വിശദീകരണമാക്കി. അകപ്പാടെ മുശ്രിക്കീങ്ങൾ അവരോടെല്ലാം പ്രാർത്ഥിക്കുന്നു. ആരോടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഓരോരുത്തരും അവരെക്കാൾ അള്ളാഹുവിനെങ്കിലേക്ക് കൂടുതൽ അടുത്തവർ ആരാണെന്ന് നോക്കി അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാക്കി മാറ്റി. അപ്പോൾ എന്തു വന്നു എന്ന് നോക്കുക. ഓരോ നബിയും ഓരോ വലിയും ഓരോ മലക്കും എന്നേക്കാൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തവർ ആരാണെന്ന് നോക്കും. എന്നിട്ട് അയാളെ വസീല അഥവാ ഇടയാളനാക്കുക, അയാളോട് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്തിരുന്നത് എന്ന്. അപ്പോൾ മീക്കായിൽ എന്ന മലക്ക് ജിബ്രീലിനെ വസീലയാക്കി പ്രാർത്ഥിക്കുക, ഇസ്രാഫീൽ എന്ന മലക്ക് മീക്കായിലിനെ വസീലയാക്കി പ്രാർത്ഥിക്കുക, മലക്കുൽ മൗത്ത് ഇസ്രാഫീലിനെ വസീലയാക്കി പ്രാർത്ഥിക്കുക. ഇതാണ് മലക്കുകളുടെ നില എന്ന്
ഇവർ വരുത്തി തീർത്തു. ഇതുപോലെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമയെ വസീലയാക്കി പ്രാർത്ഥിക്കുക, മൂസാ നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയെ വസീലയാക്കി പ്രാർത്ഥിക്കുക, യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയും, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൂഹ് നബി അലൈഹി ഇസ്ലാമയും വസീലയാക്കി പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നായിത്തീരും. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചുമത്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജിബ്രീൽ ഏത് മലക്കിനെയാണ് വസീലയാക്കുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് നബിയെയാണ് വസീലയാക്കുക? മനുഷ്യൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവൻ പറഞ്ഞൊരു വാചകം ആരെങ്കിലും തെറ്റായി വ്യാഖ്യാനിക്കുന്നത് എന്നറിഞ്ഞാൽ ക്ഷമകേട് കാണിക്കലും സത്യം തെളിയിക്കലും, ആ കള്ള ദുർവ്യാഖ്യാതാവിനെ പാഠം പഠിപ്പിക്കലും. ഈ ആയത്തിന് മേൽപ്രകാരം വ്യാഖ്യാനിച്ചത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് അള്ളാഹു ക്ഷമയവലംബിച്ചിരിക്കുന്നത് മഹാത്ഭുതം തന്നെ. അള്ളാഹുവിനെ പോലെ ക്ഷമാശീലൻ വേറെ ആരുണ്ട്? ഇഷ്ടം പോലെ പറഞ്ഞുകൊള്ളുക, കണക്ക് നോക്കലും നടപടിയെടുക്കലും, പിന്നീട് ആയത്തിൻ്റെ ചുരുക്കസാരം പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണെന്ന് ഈ ദുർമാർഗികൾ സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പുണ്യാത്മാക്കളൊക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, പുണ്യം ചെയ്ത് കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം.